അല്ല മച്ചന്മാരെ, അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. 1 കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത കഷ്ണമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമുക്ക് BDF ഉണ്ടാക്കാൻ പോകുന്നത്, അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ, അതായത് BDF, ഐ മീൻ ബീഫ് ചില്ലി എന്ന സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് മച്ചന്മാരെ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതും ഇതെങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇൻട്രഡക്ഷൻ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും യെസ് പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നിലത്ത് മൊത്തം വെള്ളമായതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് അടുപ്പുമാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റവ് കത്തിക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഇതിൻ്റെ മേലെ വെച്ചു. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബീഫ്. നല്ല ബീഫാണ്, എല്ലൊന്നും ഇല്ലാത്ത നല്ല ബീഫാണ്. അപ്പം നമുക്ക് എല്ലാ കഷ്ണങ്ങളിലേക്ക് പറക്കിയിടാം. ആദ്യം ഒന്ന് നൈസായിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു 90-80% കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഡീപ് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വെച്ചാൽ നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കാം. ഇപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി അതും കുറച്ച് ഇട്ടിട്ടുള്ളൂ. മഞ്ഞപ്പൊടി എത്ര ഇട്ട് അതിനേക്കാളും കുറച്ച് കൂടുതലാണ് നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുള്ളത്. കുരുമുളകിൻ്റെ പൊടി അതും അത്ര തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വെള്ളം ഇതിന് മേലെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് കുക്കാവുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് പാടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് വേവിത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ മൂടിയിട്ടൊന്ന് മൂടിയിട്ടുണ്ട്. ഫസ്റ്റ് വിസിൽ വരെ നമ്മൾ ഫുള്ള് തീ കൂട്ടിയിടുക. ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വിസിൽ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് തീ. ഇനി അടുത്തായിട്ട് ഈ വിസിൽ അടിഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്ന് കുറച്ച് വയ്ക്കുക തീ. അപ്പോൾ ചേട്ടൻ നമ്മുടെ 5 വിസിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. 5 വിസിൽ നമ്മൾ ടോട്ടൽ അടിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ വിസിലും കൂട്ടിയിട്ട് 5 വിസിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കണം, തുറക്കാതെ വെക്കണം. പക്ഷെ നമ്മുടെ ബീഫ് പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 90% നമുക്ക് സെറ്റായിട്ടുള്ളൂ. ഇനി അടുത്ത പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇതിന് കുറച്ച് സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കണം. കാരണം ഇതിൻ്റെ ചില്ലിക്കുള്ള മസാല കൂടുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്ക് ആവശ്യം വരും. അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റോക്ക്. ഇനി അടുത്ത പറ്റുന്ന വെച്ചാൽ നമുക്ക് ഈ വെള്ളം ഒഴിവാക്കിയിട്ടതിട്ട് നമുക്ക് ഏകദേശം 1 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിൽ. പിന്നെ അടുത്ത ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്യാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ ബീഫിനൊരു പ്രത്യേകത, കാരണം വെച്ചാൽ 5 to 7 വിസിൽ നമുക്ക് വേണം. അത് കറക്റ്റായിട്ട് ഒരു 90% നമുക്ക് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 6 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ 5 പറഞ്ഞത്, നേരത്തെ ഇപ്പോൾ 6 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തിരി കുറവുണ്ടായതുകൊണ്ട് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇപ്പോൾ പല സ്ഥലത്തും പല ഒരു രീതിയിലായിരിക്കും അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ബീഫിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു 7 വിസിലോടെ നമുക്ക് വന്നിട്ടുണ്ട്, ഒരു 90% വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ കട്ടിങ് ബോർഡുമേ നമ്മൾ ഇത് ഓരോ സ്ലൈസ് ചെയ്യണ ഭാഗമാണ് നമുക്ക് കാണിക്കാൻ പോണത്. പച്ചമരം എന്തായാലും നമുക്ക് ഇത് സ്ലൈസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇതിലത്തെ ഈ കാണുന്ന നെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറിയ ചൂടുണ്ട്. ഏകദേശം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അത്യാവശ്യം അതിൻ്റെ ഇത് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് മുഴുവൻ വേവിക്കാത്തത് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വരുന്നപ്പോൾ ഉണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഒന്നുകൂടി വേവാൻ വെച്ച സാധനം എന്താ വെച്ചാൽ നമുക്ക് പറ്റ ഉടഞ്ഞു പോകുന്ന ഒരു രീതിയിലെത്തും. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കണ്ട പിച്ച് പറിച്ചാൽ മാത്രം പോരുള്ളൂ സംഭവം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചുള്ള 2 പീസും, കാരണം ഒരു 2 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വീട്ടിൽ കറിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അതേപോലെ ഈ എല്ലാ പീസും നമുക്ക് അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പറ്റ ചെറുതാക്കിയിട്ടില്ല. പറ്റ ചെറുതാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം ഒരു സൈസ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മുടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു 3 സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ, 3 സ്പൂൺ കോൺഫ്ലവർ. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് ഇടിച്ചത്, അത് ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി അതൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്.
ഉണ്ടല്ല 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം ഇത് നമ്മുടെ ഗരം മസാലയും കുറച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഇതും ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ കുറച്ചും കൂടി മഞ്ഞപ്പൊടി അത്ര മഞ്ഞപ്പൊടി കുറച്ചും കൂടി ഇടുക. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. കുറച്ച് വെച്ചിട്ട് കുറച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് വയ്ക്കുക. എത്രത്തോളം നമുക്ക് കാശ്മീരി കൂട്ടുന്നോ അത്രയും നമുക്ക് കളർ നമുക്ക് കിട്ടും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പ് ചേർക്കേണ്ടതിരിക്കും. ഉപ്പ് പിന്നെ നമുക്ക് പാകത്തിന് നോക്കിയിട്ട് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഒരു 10-30 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വേണ്ടിയിട്ട് ഇത് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ ഇത് എടുക്കണേക്കാളൊക്കെ ചെറുനാരങ്ങയുടെ നീര്, അത് ഒരു ചെറുനാരങ്ങയുടെ 2 പൊടി നീര് എടുത്തിട്ട് നമ്മൾ ഒഴിക്കാൻ പോവാണ്. കുരുല്ലാതെ കേട്ടോ. ഇതിന് നീര് ഇങ്ങനെ ഒഴിക്കുക. ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇന്ന് കിട്ടും. നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. പിന്നെ അടുത്തായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ നമ്മുടെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചൂടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പിൽ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ടാങ്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ 1.5 ഇഞ്ച് പൈപ്പിൻ്റെ അടിവശം വരെ വെള്ളമായിട്ടുണ്ട് നമുക്ക്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ കൊണ്ടിട്ട് നമ്മളെ അയങ്കരത്തുള്ള നമ്മുടെ മുനീർഖാൻ്റെ ഫാമിൽ പോയിട്ട് ഞാൻ പോയ ദിവസം ഒന്ന് പഴച്ചു. ഒരു ദിവസം അങ്ങോട്ട് കയറി വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 4 ഇഞ്ച് സൈസുള്ള വിയറ്റ്നാമിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ. അപ്പോൾ അതിപ്പോൾ ഞാനൊരു 50 പീസ് മുപ്പടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കൂട്ടർ 100 വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടെങ്കിൽ പിടിച്ചു തരാൻ പറഞ്ഞിട്ട് മുപ്പര് വന്നിട്ട് ഒരു 50 പിടിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും 150 കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 100 തരാൻ പറഞ്ഞു. അപ്പോൾ 100 നമ്മുടെ വിയറ്റ്നാം വരാലിൻ്റെ കുട്ടികൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ചെറിയൊരു തിരക്കും കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് പ്രശ്നം വെച്ചാൽ ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടായി, ക്യാമറ ഒരു ക്ലിയറിന് ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതിനുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പോൾ നമ്മളിതിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് 4 ഇഞ്ച് സൈസുകൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സാധനം ഏകദേശം 2 ആഴ്ചയായി കൊണ്ടിട്ടിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ കൊടുക്കുന്ന നമ്മൾ തീറ്റ 1 തീറ്റയാണ് കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരും അപ്ഡേറ്റ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോണിൻ്റെ പ്രശ്നമാണ് പറ്റിയത്. നമുക്ക് വീഡിയോ ഇടാനൊക്കെ വൈകണത് ഫോണിന് ക്യാമറയ്ക്ക് ഒരു പ്രശ്നമായി വരിക, പിന്നെ നമ്മുടെ എഡിറ്റ് ചെയ്യാനും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈകുന്നതിന് കാരണം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡീപ് ഫ്രൈ ചെയ്യാൻ കാര്യം നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇട്ടൊരു ഡമ്മിക്ക് ഒരു പീസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബീഫ് നമുക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് തന്നെ വയ്ക്കുക. കാരണം ഏകദേശം ഒരു 4 മിനിറ്റോളം നമുക്കിത് സ്ലോ കുക്കിങ്ങിൽ സെറ്റാവണം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഇതിൽ ബാക്കിയുണ്ട്. അത് സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇട്ട പാടെ തന്നെ ഈ സാധനം ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള മസാല മൊത്തം ഇളകി പോരും. അപ്പോൾ അതിന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 1 to 2 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ മസാലയും കറക്റ്റൊക്കെ അവിടെ നിൽക്കും, നമ്മുടെ ആ ബീഫിൻ്റെ പീസും അവിടെ നിൽക്കും. ഇപ്പം നമുക്കൊരു കുഴപ്പമില്ല, സെറ്റായിട്ട് വേണ്ട. ചട്ടിയിൽ പിടിക്കണമില്ല, കാര്യങ്ങളൊന്നുമില്ല, മസാല ഇളകി പോരുന്നില്ല. എന്താ ഇനിയൊരു 3 to 4 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ കടന്നിട്ട് സ്ലോ കുക്കിങ്ങിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് സെറ്റായിട്ട് വരണം. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മളിത് ഓവറായിട്ട് നമ്മൾ കുക്കാവും ചെയ്യരുത്. കുറേ കണ്ട് കടന്ന് വെന്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇത് കടിച്ച് വലിക്കണ്ടേ, പിന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇത് നല്ല സ്ട്രോങ് ആവും സാധനം. അപ്പോൾ പിന്നെ നമ്മളിത് ഫ്ലെയിം കൂട്ടി കാണിച്ചെങ്കിലോ ഇതിൻ്റെ പുറം മാത്രം കഴിഞ്ഞിട്ട് ഉള്ളു നമുക്ക് വേവാത്ത പോലെയാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഒരു 4 മിനിറ്റോളം നമ്മളിത് സെറ്റാക്കി എടുക്കണം. എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഒരു
വലിയൊരു ബലം പിടുത്തമില്ലാതെ നമുക്ക് കഴിക്കാനും കഴിയുള്ളൂ ഈ സാധനം. പക്ഷെ ഏകദേശം 4 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നീളത്തിൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പച്ചമുളകിന് മേലക്കിട്ട് കൊടുക്കുക. ഒരു 2-3 അല്ലി കറിവേപ്പിൻ്റെ അലി ഇതിന് മേലക്കിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ സെറ്റാവും. ഇനി ഏകദേശം ഒരു അര മിനിറ്റ്, ഒരു 3/4 മിനിറ്റിൻ്റെയോളം ഇതിങ്ങനെ ഒന്നുകൂടി കണ്ടിട്ട് സെറ്റ് ആവണം. അപ്പോൾ ഈ എരിവും കാര്യങ്ങളും എനിക്ക് എരിവ് നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ എരിവും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് കിട്ടും ചെയ്യും. കുരുമുളക് പൊടി ഞാൻ എന്തായാലും എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുള്ളതാണ്. എരിവ് നല്ല താല്പര്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട് കണ്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയണ്ട. ഇതാണ് നമ്മുടെ ബീഫ് ചില്ലി, അതായത് BDF, ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഇത്. നമുക്കൊരു പാത്രത്തേക്ക് എന്തായാലും ഇത് മാറ്റാം. തൽക്കാലം നമുക്ക് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടു വെച്ച പാത്രത്തേക്ക് തന്നെ തൽക്കാലത്തിന് മാറ്റുക. നമ്മൾ ഒരു ട്രിപ്പ് കൂടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ അടുത്ത ട്രിപ്പും കൂടി നമുക്ക് സെറ്റ് ആക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കയ്യപ്പിന് വേണ്ടിയിട്ട് 2-3 റിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സവാളയും കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഫ്ലേവർ കിട്ടുമോ നോക്കാലോ നമുക്ക്. അപ്പോൾ നമ്മളൊരു വാഴയില വാട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് നമുക്ക് സെർവ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കണ്ടാ എന്താ സാധനം കട്ടക്കുന്നത് കണ്ടാ. നേരെ നമ്മുടെ ഈ പ്ലേറ്റിൽ കിട്ടുക. കാരണം നല്ല ക്രിസ്പിയാണ് കണ്ടിട്ട് കേട്ടോ. ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത വെച്ചാൽ കുറച്ച് അലങ്കോലപ്പണികൾ ബാക്കിയുണ്ട് ഇതിൽ. തക്കാളിയുടെ കുറവുണ്ട്, തക്കാളി വേണ്ട, അതൊരു വിഷയമാക്കണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ പരത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ ചെറുനാരങ്ങ ഒഴിക്കണില്ല, ഇത് നടുവിലിങ്ങനെ വയ്ക്കണുള്ളൂ. കുറച്ച് അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ പെപ്പർ, കുരുമുളക്. അപ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇനി അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ക്യാമറമാനെ വിളിക്കുക. ക്യാമറമാരെന്ന് വെച്ചാൽ അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. എന്തായാലും കാണുമ്പോൾ തന്നെ സ്മെല്ലൊക്കെ നല്ല അടിച്ച് കയറുന്നുണ്ട് മൂക്കിക്ക്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ട്, അതായത് നമ്മുടെ BDF, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ എന്ന സാധനം റെഡി ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് ബീഫ് ചില്ലി എന്ന് പറയും, ചില ആൾക്കാർ BDF എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയുള്ള കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പാണ് കേട്ടോ, ചിലത് മാത്രം, നോട്ട് ദി പോയിന്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ അധികം സൈസ് ആക്കിയില്ല, കാരണം ഇത് നെയ്യിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ വലിയ കളിക്കാൻ നിന്നിട്ടില്ല, മുറിക്കാനും കുറച്ച് പണിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ പുറത്ത് നല്ല ക്രഞ്ചി ഉണ്ട് സാധനം, ഉള്ളിക്ക് കസ്റ്റലായിട്ട് വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഞാനൊരു വിസിൽ കുറച്ചെടുക്കാന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ 1-2 വിസിൽ കുറച്ചെടുക്കാന്ന് വെച്ചെങ്കിൽ നമുക്കത് എന്താ പറയുക, വേവാത്തൊരു ഇത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. നമുക്ക് കടയിൽ കിട്ടുമ്പോൾ തന്നെ 7 വിസിലാണ് കണക്കായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടുത്തെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് ഇതൊന്ന് മേടുക, അതാണ് നമ്മുടെ അടുത്ത പണി. പക്ഷേ നമുക്ക് പുതിയ വീഡിയോ ഇനിയും കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാദിക് സൈനിങ് ഓഫ്.